നമസ്കാരം. നമ്മളൊക്കെ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരുടെയും മനസ്സലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കല്ല, കേരളം ഒട്ടാകെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ മോനെ തേടിയാണ് ഞാൻ എത്തിയത്. നിഖിലും അമ്മയും അനുജനുമാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. 3 പേർക്കും സ്വാഗതമുണ്ട്. ഒറ്റയ്ക്കല്ല, കേരളം കൂടെ ഉണ്ട് അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? പിന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ആരും ഇല്ലാതെ അനാഥയെ പോലെ കഴിഞ്ഞവരാണ് ഞങ്ങൾ 3 പേര്. ഒരു മനുഷ്യര്, ബന്ധുക്കളോ അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞ ആൾക്കാരാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അതായത് ആരും ഇല്ല, ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തോന്നല് എന്നിൽ നിന്ന് മാറ്റി തന്നു. അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ളവരും വെളിയിലുള്ളവരും എല്ലാവരും തന്നെ. അതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാണ്. ഒരുപാട് സന്തോഷം. നിഖിലെ എങ്ങനെ ഇങ്ങനെ ആകാൻ കഴിഞ്ഞു? നിഖിലെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. കാരണം ഒന്നും എൻ്റെ കയ്യിലല്ല. ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന അതിനെനിക്ക് ഉള്ള കരുത്ത് തരുന്നത് ദൈവം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ദൈവത്തോട് വേണം സത്യം പറഞ്ഞാൽ നന്ദി പറയാൻ. അതിന് എനിക്കറിയില്ല ഇവരെ എങ്ങനെയാണ് പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. രോഗിയായ ഒരു അമ്മ, അസുഖമുള്ള ഒരു അനുജൻ, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പുലർച്ചെയിട്ട് ആഹാരം ഉണ്ടാക്കുന്നു. ഉച്ചയ്ക്ക് തിരിച്ചു വന്നതിൽ ടെൻഷൻ, ഇവർ കഴിച്ചോ എന്നുള്ള ടെൻഷൻ. വൈകുന്നേരം വരുന്നു, വീണ്ടും കിച്ചണിലേക്ക് കയറുന്നു. ഈ പ്രായം കളിച്ചു കിടക്കേണ്ട പ്രായം അല്ലെ? എല്ലാം അമ്മയ്ക്കും അനുജനും വേണ്ടി ഉപേക്ഷിച്ചു അല്ലെ? എത്ര നാളായി? അച്ഛൻ മരിച്ച കാലം തൊട്ട്, അതായത് 2015-16 ആ സമയമായപ്പം തൊട്ടേ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇപ്പൊ വരെ. ഇപ്പൊ ഞാനൊന്ന് ഫ്രീ ആണ്. പക്ഷെ അതിന് മുൻപ് വരെ. അന്ന് എത്ര വയസ്സ്? 2015 എന്ന് പറയുമ്പോൾ എനിക്ക് 9 വയസ്സ്. 9 വയസ്സില് കുടുംബഭാരം എടുത്ത ഒരു കുടുംബനാഥൻ അല്ലേ? അമ്മേ, ഇതിലൊക്കെ ഉള്ള ഒരു ഭാഗ്യമുള്ള മകനുണ്ടാവുമോ? ആ കണക്കിന് നോക്കുമ്പോൾ എന്നാൽ ഇതിൽ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചൊരു മക്കള് വേറെ അമ്മയ്ക്ക് ഉണ്ടാവുമോ? രണ്ടും ഒരേ ചോദ്യമാണ്. അതെ, ഞാൻ വളരെ അഭിമാനം കൊള്ളുക ഇങ്ങനെ ഒരു മകനെ എനിക്ക് ദൈവം തന്നേന്. കാരണം എനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകന്റെ പേര് മരിച്ചു പോയായിരുന്നു. ആ മകനെ 3 മക്കളായിരുന്നു. അല്ല, അതായത് അമ്മയുടെ ഞങ്ങളുടെ 2ാമത്തെ കല്യാണത്തിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടായത്. ഫസ്റ്റ് ഒരു കല്യാണം, അതിലൊരു മോൻ ഉണ്ടായിരുന്നു, മരിച്ചു. ആ ആളുടെ പേരാണ് എനിക്ക് ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ മോൻ ഇട്ടേക്കുന്നത് നിഖിൽ. ആ നിഖിൽ എന്റെ പോയപ്പം ഈ നിഖിലിനെ ഞാൻ പേരിട്ടു. ആ നിഖിൽ എങ്ങും പോയിട്ടില്ല. ആ നിഖിലും ഈ നിഖിലും ഒന്നാണ്, ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും. അതെ അല്ലേ? അതെ. ഞാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന മോനായിരുന്നു മരിച്ചുപോയ മോന്. അപ്പൊ ആ പ്രതീക്ഷകളെല്ലാം 7.5 വയസ്സില് ഒരു കാർ ആക്സിഡന്റിലായിരുന്നു. ആ മകനിലെ കൂടെ കാണുന്നതെല്ലാം ഞാനിപ്പൊ ഈ നിഖിലിലെ കൂടെ കാണുക. ഞാൻ വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലല്ലോ. ഒരു നിമിത്തം പോലെ ആ സ്കൂളിൽ വന്ന് News 18-കാരെടുത്ത ഒരു വീഡിയോ ഇത്ര വൈറലായി, ഇത്ര ആൾക്കാർ നമ്മളെ സ്വീകരിച്ചു, കൈ നീട്ടി സ്വീകരിച്ചു. മനസാക്ഷി മരവിക്കാത്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ. അതിന്റെ തെളിവാണ് ആ ഒറ്റ വാർത്തയ്ക്ക് പിന്നിൽ ഇവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലേ? അതെ. നമ്മളെ തള്ളിപ്പറയുന്ന ബന്ധുക്കളുണ്ടാകാം, നമ്മളെ തള്ളിപ്പറയുന്ന സുഹൃത്തുക്കളുണ്ടാവും, പക്ഷെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേര്, ഒത്തിരി പേര് വിളിക്കുന്നു. ആ സ്നേഹം മതി ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങളീ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ആദ്യം മോൻ മരിച്ചു, നിഖിൽ. ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്ന മകൻ മരിച്ചു. അതേ പേര് നിഖിൽ എന്ന് ഇട്ട് വിളിച്ചു. ഞാൻ അതാ പറഞ്ഞ, ആ മോനെങ്ങും മരിച്ചിട്ടില്ല, കൂടെ ഉണ്ട്. ഈ കൈ മരിച്ച നിഖിലിന്റെയാണ്, ഇടകൈ ഇപ്പോഴത്തെ നിഖിലിന്റെയാണ്. ആ രീതിക്കാണ് നിഖില് ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുവോ? ഇല്ല, ഒരിക്കലും. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ നിഖിലെ ജീവിതത്തില്? ഒരുപാട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയ സൂപ്പർ ഹ്യൂമൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യരെ പോലെ തന്നെ എനിക്കുണ്ട് ഇമോഷൻസ്. ഞാനത് കാണിച്ചിട്ടുമുണ്ട്, ദേഷ്യം, സങ്കടം, പല രീതിക്കും. അതെല്ലാം കാണിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊരു അർത്ഥമില്ല. കാരണം ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അതെനിക്കൊരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന പോലെ ഒരു ശീലമായി. പിന്നെ ഇതെല്ലാം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോ ചെയ്യുന്നു. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനൊരു 4-5 മണി.
അപ്പോഴൊക്കെ ആകുമ്പോൾ എണീക്കും. 5 മണിക്ക് എഴുന്നേറ്റ് റൊട്ടീൻ എങ്ങനെയാണ്? പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പഠിക്കും കുറച്ചു നേരം, സമയം കിട്ടൂല. അത് കഴിഞ്ഞ് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഒന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടി യൂണിഫോം ഒക്കെ ഇട്ട് 7:30 ആകുമ്പോൾ ബസ് വരും, ഇറങ്ങും. പിന്നെ സ്കൂളിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആവും എത്തും. ചിലപ്പോ ഇവര് അപ്പോഴൊന്നും ഫുഡ് കഴിക്കത്തില്ല, ഞാൻ വരാണ്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ വെളിയിൽ നിന്നായിരിക്കും കൂടുതലും നമ്മള് വാങ്ങിക്കാറ്. അപ്പം അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വല്ലതും വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലപ്പോ ഒന്നും അമ്മയും കഴിക്കത്തില്ല, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയും ഒന്നും കഴിക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രമാണ് തരുന്നത്. ചില ദിവസങ്ങളൊന്നും എനിക്കും കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ സമയത്തേക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് എല്ലാം മറച്ചു വെച്ചു? അങ്ങനെ ഇപ്പം എനിക്ക് എന്റെ വിഷമങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പറഞ്ഞിട്ട് അർത്ഥമില്ല, ഒരാളോടും പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല. ശരിക്കും പറഞ്ഞാലും എന്താണ് അതിലൊരു ഗുണം? ഒരു ഗുണമില്ല. അവര് കേൾക്കും, വേറെ അതിന് കൂടുതൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒന്നും അങ്ങനെ സപ്പോർട്ട് തരാനോ അങ്ങനെ ഒരു മനുഷ്യരും കൂടെ നിൽക്കില്ല. അതിപ്പോ എത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും കൂടെ നിൽക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ പറയാണ്ട് എന്റെ ഉള്ളിൽ തന്നെ വെച്ചു. സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് പിന്നെ ഇരുന്ന് എന്തെങ്കിലും പറ്റുമെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് പഠിക്കും. അങ്ങനെ ടൈം കിട്ടുവാണെങ്കിൽ പഠിക്കും. പിന്നെ ബാക്കി ഇവനെ നോക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ പോയി കിടന്നുറങ്ങണം. ഒരു സ്ഥലത്തേക്കും പോകില്ല, ഇവിടെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. ഈ ഞാനിപ്പോ കുറെ ഇന്റർവ്യൂസ് കണ്ടു കേട്ടോ. ഇന്റർവ്യൂസിലൊക്കെ കുറെ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്, കണ്ണ് നനയിക്കുന്ന മുഹൂർത്തങ്ങൾ. എനിക്ക് രസകരമായ ഒരു മുഹൂർത്തം പൂർണ്ണമായിട്ട് എനിക്ക് ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റാത്ത 2 മുഹൂർത്തങ്ങൾ, അത് ചോദിച്ചോട്ടെ? പ്രണയിച്ച കുട്ടി ഇതെല്ലാം അറിയുന്നുണ്ടോ? അറിയാം, ആള് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. കാര്യം ആൾക്കും ഇതൊന്നും അറിയില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരെടുത്ത്. ഒരു മനുഷ്യർക്കും അറിയില്ല. ഇപ്പൊ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മേനെ ഏറ്റവും മുമ്പ് അറിയുന്ന സ്കൂൾ ഫ്രണ്ട്സ്, അവർക്കൊന്നും ഇത് അറിയില്ല. അവരെല്ലാരും ഈ വാർത്ത കണ്ടപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു രോഗമുണ്ട്, ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പം പിന്നെ ഇത് അറിഞ്ഞവര് പോലും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് സത്യം. പിന്നെ അതിൽ ഏറ്റവും വലിയ എക്സാമ്പിള് നമ്മുടെ ബന്ധുക്കൾ. ഒബ്വിയസ്ലി അവരെ തന്നെ പറയാം. ഇപ്പൊ വിളിക്കണൊക്കെ ഉണ്ട് ബന്ധുക്കള്? ഒരു വിളിയില്ല, ഇപ്പോഴും ഇല്ല. അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ആയപ്പോ സഹായം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ എന്തെങ്കിലും പറ്റാന്ന് ഓർത്തിട്ട് ഒന്നുമില്ല. ഇപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്നും യാതൊരു കാര്യം, ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ ഒന്നും ഇതുവരെ തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥ ഇരുന്നിട്ട് പോലും വെറും ഒരു എന്താ പറയാ, വെറും ഒരു മതത്തിന്റെ പേരില് ഞങ്ങളോടൊരു ബന്ധവുമില്ല. വെറും മതം. എന്റെ അമ്മ ക്രിസ്ത്യാനിയാണ്, എന്റെ അച്ഛൻ ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. വെറും ഒരു മതത്തിന്റെ പേരില് ഞങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ് അവര്. ഇപ്പൊ അമ്മയുടെ സൈഡാണെങ്കിലും അച്ഛന്റെ സൈഡാണെങ്കിലും, അച്ഛന്റെ സൈഡ് ഒരു രീതിക്കും മറ്റവര് വിളിക്കുന്നെങ്കിലും ഉണ്ടായിരുന്നു, ഇത് ഒരു രീതിക്കും ബന്ധം ഇപ്പോഴും ഇല്ല. അവര് വട്ടിയൂർക്കാവിലൊക്കെ വലിയ സ്ഥലമൊക്കെ വെച്ച് വീടൊക്കെ വെച്ച് സുഖമായിട്ട് അവര് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ വട്ടിയൂർക്കാവിലാണ് അവരുടെ വീട്, അവര് ജീവിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളെ ഒരു രീതിക്കും ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണ് അത്, എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഈ ജനിച്ചു വീണ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദ്രോഹം കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ലോജിക്കാണെന്ന് അവർക്ക് മാത്രം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. എവിടെയാണെങ്കിലും അവര് നന്നായിരിക്കട്ടെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഫോണില്ലേ? ഇല്ല, എനിക്കില്ല. അപ്പം ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ നിന്ന് കിട്ടിയ പൈസക്ക് ഫോൺ മേടിക്കുന്ന ഞാൻ അന്ന് പറഞ്ഞല്ലോ, എന്റെ ഏറ്റവും വലിയ ഒരു ഫോൺ മേടിക്കാം. ഫോൺ മേടിച്ചില്ലേ? എന്താണ് അത് പൈസ കിട്ടിയില്ല, അത് അതിനൊരു താമസം ഉണ്ടല്ലേ? അപ്പൊ ഒരു ഫോൺ അർജന്റ് ആയിട്ട് വേണം അല്ലേ? അത് ഇതിനല്ല, ഇതിന് മാത്രല്ല വിളിക്കാൻ. ഞാൻ അതിനകത്ത് പറഞ്ഞില്ലല്ലോ, അതിനല്ല, വേറെ ആവശ്യങ്ങൾ. നമ്മുടെ ജീവിതത്തില് പല ആവശ്യമുണ്ടല്ലോ ഫോൺ അല്ലെ? അപ്പൊ ഒരു ഫോൺ അർജന്റ് ആയിട്ട് വേണം. ഐഫോണിലേക്കൊക്കെയാണ് താല്പര്യം അല്ലെ? പഠിക്കുകയും ചെയ്യാം. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്, എഡിറ്റിംഗും പിന്നെ ഗെയിമിങ്. അത് ഞാൻ ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടാതെ താമസം കൊണ്ട് ഫോണൊന്നും ഇല്ല അല്ലെ? നമുക്ക് നോക്കാം ആരെങ്കിലും തരുമോന്നൊക്കെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട്. ആ പൈസ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ അല്ലെ? തീർച്ചയായിട്ടും അല്ലെ? ആ പൈസ വേറെ എന്തിനാ? അമ്മ അവിടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്. ആ പൈസ എന്താന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഫോൺ ഇഷ്ടമുള്ളതെന്നാ പറഞ്ഞു. അമ്മ പറഞ്ഞു അല്ല, അമ്മ പറഞ്ഞു എനിക്ക് ഗുളിക മേടിക്കാൻ വേണമെന്നല്ല പറഞ്ഞത്. ഞാനിങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ആ ഒരു ഇതിലാണ് അമ്മ അങ്ങനെ
അതെ. ഞാൻ പറഞ്ഞത്. വീട്ടില് സാധനമൊന്നും വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറ്. സ്വന്തമായിട്ട് ഒരു സൈക്കിൾ പോലും വേണമെന്ന് ആഗ്രഹമില്ല. സൈക്കിൾ ഓട്ടിക്കാൻ അറിയില്ല എനിക്ക്. അറിയില്ല, പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. ഉം. സൈക്കിൾ ഓട്ടിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ഒരു മൊബൈലാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പത്തെ എല്ലാരും നല്ല ഫോൺ കൊണ്ട് നടക്കുന്നു അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ നല്ല യൂണിഫോം ഇട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നടക്കുന്നു. നോക്കുമ്പോൾ നല്ല ഹൈ ക്ലാസ്, ദുഃഖങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു അല്ലേ? ഇത്രയും കൂട്ടുകാരൊക്കെ എന്നിട്ട് ഈ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടു കൊടുക്കാത്ത കഷ്ടമാണല്ലോ. സഹായമാണല്ലോ എപ്പോഴും വേണ്ടത്. നിസാരൊരു ഫോണാണ് ആവശ്യപ്പെട്ടത്. ഞാനങ്ങനെ ആവശ്യമൊന്നും അല്ല, പെടുന്നില്ല. നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്തും പറഞ്ഞു. എല്ലാരും പലതരത്തിലാണല്ലോ മനുഷ്യര്. എല്ലാരും ഉൾക്കൊള്ളണവർ ഉൾക്കൊള്ളും, ഇല്ലാത്തവരില്ല. അപ്പം അങ്ങനെ അവര് വേണമെങ്കിൽ അങ്ങനെ ഞാൻ അത് പ്രതീക്ഷിച്ചോണ്ടൊന്നും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആരെയും. നമ്മൾ ഗെയിം കളിച്ച് ജയിച്ചു, അതിന്റെ പൈസ കിട്ടുമ്പോൾ ഫോൺ മേടിക്കുന്നു പറഞ്ഞു. പൈസ കിട്ടാൻ താമസം കൊണ്ട് ഇപ്പോഴും ഫോണില്ല ഇല്ല അല്ലേ? അതിന്റെ ഒരു സങ്കടമുണ്ട്. നമുക്ക് നോക്കാം.